ഇത് സത്യസന്ധമായിട്ടുള്ള എൻ്റെ വിലയിരുത്തലുണ്ടാവും. എൻ്റെ പൊതുജീവിതത്തെ എങ്ങനെ ജനം വിലയിരുത്തുന്നു എന്ന രാഷ്ട്രീയത്തിലേക്ക് എൻ്റെ മനസ്സ് മാറാനുള്ള കാരണം ജില്ലയിലെ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ഞാൻ ജയിച്ചു. അപ്പോൾ എൻ്റെ മനസ്സും ആഗ്രഹവും കൈപ്പമല വരുന്നു. UDF സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപനത്തിന് ശേഷം നമുക്ക് കുറച്ച് ദിവസം ഉണ്ടായത് നോമിനേഷൻ തന്നെ അതിൽ വലിയൊരു ഘടകമായിരുന്നു. 1-2 ദിവസം 2-3 പേര് ഇരുന്നിട്ട് ആ സ്ഥാനാർത്ഥിത്വം കൃത്യമായി നമുക്ക് പൂരിപ്പിക്കാൻ പറ്റുന്നത്. എല്ലാ നോമിനേഷൻ്റെ ഞാൻ തന്നെ പൂരിപ്പിക്കാം. പക്ഷേ എനിക്കിത് വലിയ സഹായം മറ്റുള്ള കാരണം ഇതിൻ്റെ കുറേ പേപ്പേഴ്സ് ഇതിൻ്റെ അപ്പം അങ്ങനെ ഒരുപാട് സമയം നമുക്ക് അങ്ങനെ ശ്രദ്ധിക്കേണ്ടി വന്നു. ബാക്കിയുള്ള കാര്യം എന്ന് വെച്ചാൽ പിന്നെ കുറച്ച് പ്രധാനപ്പെട്ട വ്യക്തികളെ മറ്റുള്ള കണ്ട് അങ്ങനെ കോളനികൾ കയറുക അങ്ങനെ കുറേ ഇതുണ്ട്. ഈ ചെറു പര്യടനങ്ങളൊക്കെ അതന്നെ അത് പിന്നെ എല്ലാ ജംഗ്ഷനുകളിലും അപ്പോൾ എൻ്റെ ആഗ്രഹത്തിനൊത്ത് അതൊന്നും പൂർണ്ണമായില്ലെങ്കിലും പര്യടനം ഇന്നലെയാണ് ആരംഭിച്ചത്. അതിനു മുമ്പ് ഒരു 60-65% ഞാനത് പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഈ സമയക്കുറവ് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ നിലവിൽ? നമുക്കത് തൃപ്തിയാവില്ല ശരിക്കും. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സമയക്കുറവ് നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാവും. സാമ്പത്തികമായിട്ട് നമുക്കത് കുറേ ആവശ്യമില്ലാതെ പണം ഇപ്പോൾ നമുക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തകർ എല്ലാവരും ഇറങ്ങുകയല്ലേ 191 ബൂത്തുകളിലായിട്ട്. അപ്പോൾ അവരെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് അവർക്ക് തീർന്നോടെ നമുക്ക് വേണമെങ്കിൽ ആശ്വാസമാണ്. പക്ഷെ ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉദ്ദേശിക്കുന്ന പരമാവധി ആളുകളെ കാണാൻ പറ്റുന്ന സമയം നമുക്ക് നഷ്ടപ്പെടുന്നു. ശരിക്കും നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 25 ഡേയ്സെങ്കിലും കിട്ടണം. ഒരു മാസത്തെ ഒരു ഇതായിരിക്കണം കിട്ടണം. അതുണ്ടായില്ല തിരഞ്ഞെടുപ്പിൽ. ഈ TM നാസർ എന്ന സ്ഥാനാർത്ഥിയെ TM നാസർ എന്ന പൊതുപ്രവർത്തകൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാൻ കുറച്ച് നാളായിട്ട് എനിക്ക് കൊടുങ്ങല്ലൂർ നവാസിന് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലും പ്രതിപക്ഷ നേതാവുമായിരുന്ന അത് ഞാൻ 10 വർഷം കഴിഞ്ഞപ്പോൾ ഞാനത് പിന്നെ മത്സരിക്കേണ്ട അത് തീരുമാനിക്കുകയാണ്. ഞാൻ സ്വയം തീരുമാനിക്കുകയാണ് ചെയ്തത്. ഞാൻ പാർട്ടി നേതൃത്വത്തോട് ഞാൻ പറയുന്നത് ഞാൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നീട് എനിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരവസരം കിട്ടിയാൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിച്ച് എൻ്റെ ജന്മദേശം, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ പൊതുജീവിതത്തിൽ ഏറിയ പങ്കും എപ്പോഴും കൈപ്പമല നിയോജകമണ്ഡലം കേന്ദ്രീകരിച്ചാണ് ഞാൻ പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത്. അവിടെ എനിക്ക് മത്സരിക്കാം. ഞാൻ 2 നിയോജകമണ്ഡലം ഒരുപോലെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. കൈപ്പമല നിയോജകമണ്ഡലം, കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം. കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലമാണ് UDF വേണമെങ്കിൽ ഒരു ശക്തമായ പഞ്ചായത്തുകളും പഞ്ചായത്ത് ഭരണവും ഉള്ള UDF അടിത്തറയുള്ള പ്രദേശം. എനിക്ക് ഇതിനേക്കാൾ വോട്ട് എൻ്റെ ഒരു റേറ്റ് നോക്കുമ്പോൾ UDF വോട്ടിംഗ് റേറ്റ് കൂടുതലുള്ളതും കൊടുങ്ങല്ലൂരാണ്. പക്ഷേ ഞാനെന്നും ആഗ്രഹിച്ചത് കൈപ്പമല നിയോജകമണ്ഡലത്തിൽ എൻ്റെ ജന്മദേശത്ത് പോയിട്ട് അവിടെ എനിക്ക് വിശ്വാസവും എനിക്ക് താല്പര്യം അടുപ്പമുള്ള ആളുകളുമായിട്ട് ഉള്ള ബന്ധത്തിന് ആ രീതിയിൽ മത്സരിക്കുക എന്നുള്ളത് ഞാനെന്നും ആഗ്രഹിച്ചതാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ ഇപ്പോൾ കഴിഞ്ഞാണ് എനിക്ക് കൊടുങ്ങല്ലൂർ സീറ്റ് മത്സരിക്കാൻ വേണ്ടി പാർട്ടി തരാവുന്ന അവസാനം ഏറ്റവും എത്തി. പിന്നീട് ജാക്സന് പോയത്. അപ്പോൾ എനിക്കതിൽ വിഷമമൊന്നുമില്ലായില്ല. അന്ന് കൈപ്പമല വേണ്ട കൊടുങ്ങല്ലൂർ മത്സരിച്ചാൽ നാസർ കൊടുങ്ങല്ലൂർ മത്സരിക്കുക എന്നുള്ളത് അവരുടെ സർവേയിൽ എനിക്ക് കൂടുതൽ റേറ്റിംഗ് കിട്ടിയപ്പോഴാണ് കൊടുങ്ങല്ലൂർ മത്സരിക്കാൻ വന്നത്. ഞാനത് ഓക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സും ആഗ്രഹവും കൈപ്പമല വരുന്നത്. ഇത്തവണ ഞാൻ കൈപ്പമല മാത്രമേ അപേക്ഷിച്ചുള്ളൂ, അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ ജന്മദേശത്ത് നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിൽ, എന്നെ ഞാനാക്കിയ നാട്ടിൽ, എന്നെ ഈ 1,75,000 വോട്ടർമാരിൽ മഹാഭൂരിപക്ഷം നേരിട്ടറിയാവുന്ന വോട്ടർമാർ, അവരുടെ മുമ്പിൽ എനിക്ക് പിന്നെ വേറൊന്നും പറഞ്ഞ് ഇല്ലാത്തതും ഉള്ളതും പറഞ്ഞിട്ട് അതിരിപ്പില്ല കാര്യമില്ല. അവർക്കൊക്കെ എന്നെ അറിയാം. ഞാൻ എന്താണെന്ന് അറിഞ്ഞിട്ടും തിരിച്ചറിഞ്ഞിട്ടുള്ള 50 വർഷത്തെ എൻ്റെ പൊതുജീവിതം വിലയിരുത്തിയിട്ടുള്ള ആൾക്കാരുടെ മുമ്പിൽ അവിടെ പോയിട്ട് ഇത് സത്യസന്ധമായിട്ടുള്ള എൻ്റെ വിലയിരുത്തലുണ്ട്. അവിടെ പോയിട്ട് ജനവിധി തരണം. അവർ എന്നെ സ്വീകരിക്കട്ടെ, എന്നെ വിശ്വസിക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട.
അതെനിക്ക് ഒരു മാറ്റമെടുക്കുന്ന തെരഞ്ഞെടുപ്പായിട്ട് എൻ്റെ പൊതുജീവിതത്തെ എങ്ങനെ ജനം വിലയിരുത്തുന്നു എന്നുള്ളതിനെ ഉള്ള തെരഞ്ഞെടുപ്പായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കൈപ്പൊങ്കൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇടതുപക്ഷത്തിന് നല്ല പേരുള്ള ഒരു പ്രദേശം. കൈപ്പൊങ്കലത്ത് മത്സരിക്കുക എന്നുള്ളത് ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലും സാധ്യതകൾ കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതെന്താണ് നമുക്ക് കാണുന്ന സാധ്യത? ഞാൻ കാണുന്ന സാധ്യത, ഞാൻ ജനിച്ചു വളർന്ന നാട്, ഞാൻ അവിടെ സ്കൂളിൽ KSU പ്രവർത്തനം ആരംഭിച്ചത് ഇടവിലങ്ങ് ഹൈസ്കൂളിൽ നിന്നാണ്. അതിൻ്റെ എൻ്റെ ഉള്ളിൽ രാഷ്ട്രീയത്തിൻ്റെ പ്രേരകമായ ശക്തി വരുന്നത് യൂണിയൻ UP സ്കൂൾ അഞ്ചങ്ങാടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് അവിടുത്തെ സോഷ്യൽ സ്റ്റഡീസിൻ്റെ കുട്ടമാഷ് ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല എനിക്ക്. കുട്ടമാഷ് ഓരോ ദിവസവും പാകിസ്ഥാൻ യുദ്ധത്തെക്കുറിച്ച് ഇങ്ങനെ ക്ലാസ് വന്ന് 15 മിനിറ്റ് പറയും. നമുക്കന്ന് റേഡിയോ ഇല്ല, പത്രവും ഇല്ലാത്തൊരു സമയത്ത് കേട്ടത് മാത്രമേ ഉള്ളൂ. മാഷ് ഇത് നന്നായി ഒരു വാർത്ത വായിക്കുന്നവർ പറഞ്ഞു. അത് എന്നെ വല്ലാതെ പൊതുജീവിതത്തിൽ ഇന്ത്യ രാജ്യത്തെക്കുറിച്ചുള്ള മഹത്വം, ഇപ്പോൾ ഇന്ദിരാഗാന്ധി ഇന്ത്യയെ അഭിസംബോധന ചെയ്യുന്ന വാർത്തയൊക്കെ പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ അന്ന് ചെറിയൊരു റേഡിയോ ഇങ്ങനെ കൈ കൊണ്ടു നടക്കുകയും ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് മാഷ് വരാൻ കാത്തിരിക്കും. കുട്ടമാഷ് വരാൻ കാത്തിരിക്കും. കുട്ടമാഷ് ഭയങ്കര മനസ്സിനെ സ്വാധീനിച്ച വ്യക്തി. അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് എൻ്റെ മനസ്സ് മാറാനുള്ള കാരണം കുട്ടമാഷാണ്. അവിടെ നിന്ന് അസ്മാവി കോളേജ് വന്നു. അസ്മാവി കോളേജ് പ്രവർത്തനം വീണ്ടും ശക്തമായി. യൂണിയൻ ചെയർമാനായി. അവിടുത്തെ യൂണിറ്റ് പ്രസിഡൻ്റായി, താലൂക്ക് പ്രസിഡൻ്റായി. അവിടെ നിന്ന് പോരണതിന് മുമ്പ് തന്നെ ഡിഗ്രി താലൂക്ക് പ്രസിഡൻ്റായി. പിന്നെ ഞാൻ കോളേജിൽ നിന്ന് പോകുന്ന 1984 87 തെരഞ്ഞെടുപ്പിൽ ഞാൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്നെ അവിടുത്തെ എൻ്റെ വാർഡ് സ്ഥാനാർത്ഥിയായിട്ട് 4-ാം വാർഡ് ഇടവിലങ്ങ് പഞ്ചായത്ത് 4-ാം വാർഡ് സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി തീരുമാനിക്കുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഇതായിരുന്നു. അപ്പോൾ അതും സ്വീകരിച്ചു, സന്തോഷത്തോട് സ്വീകരിച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ കട തുടങ്ങി 6 മാസം കഴിഞ്ഞിട്ടുണ്ടായുള്ളൂ. അപ്പോൾ അവരാണ് തീരുമാനിച്ച് മത്സരിച്ചു. പിന്നെ എന്നെ അധികമൊന്നും ഞാൻ ഇപ്പം പറഞ്ഞിരുന്നു, എനിക്ക് അധികം മാറി നിൽക്കാൻ പറ്റാത്തൊരു ദിവസം. അപ്പോൾ ആകെ 2 റൗണ്ട് മാത്രമേ എന്നെ കൊണ്ടുപോയിട്ടുള്ളൂ. അതും കാലത്ത് 7 മണി തൊട്ട് 10:30 വരെ. 10:30 കഴിയുമ്പോൾ എന്നെ ഫ്രീ ആക്കും. അങ്ങനെ അവരാണ് അവിടുത്തെ 4-5 കാരണന്മാരായിട്ടുള്ള ആൾക്കാരാണ് എന്നെ ഏറ്റെടുത്ത് ജില്ലയിലെ ഏറ്റവും നല്ല ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിനാണ് ഞാൻ ജയിക്കുന്നത്. അങ്ങനെ ഒരു 8 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തുടക്കത്തിലായി. പിന്നെ കുറച്ച് നാൾ അബ്ദുറഹ്മാൻ കുട്ടിക്ക പ്രസിഡന്റ് ഹജ്ജിന് പോയി. അങ്ങനെ പുള്ളി ഒരു 6 മാസം ലീവ് എടുത്ത്. അപ്പോൾ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്ഷൻ പ്രസിഡൻ്റായി. അപ്പോഴൊക്കെ നന്നായി ഞാൻ കാര്യമായി ചെയ്യാൻ പഞ്ചായത്തിലും ഒക്കെ നൂതനമായ ആശയങ്ങൾ ഞാൻ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ അവർക്കൊക്കെ എന്നിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയൊക്കെ വലിയ വിശ്വാസമായിരുന്നു. അന്നും കറപ്ഷൻ എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ ഞാനത് ചോദ്യം ചെയ്യും, അല്ലെങ്കിൽ ഞാനത് ഇല്ലാത്ത വിധത്തിൽ കുറച്ചൊക്കെ ഉണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും. ഭയങ്കരമായിട്ട് വെട്ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ അത് എൻ്റെ ചെറുപ്പത്തിലുള്ളൊരു ശീലമായിട്ട് ഞാൻ സൂക്ഷിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ താമസം കൂടുതൽ കടയൊക്കെ കുറച്ചും കൂടി വലുതായി, കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ താമസം കൂടുതൽ മാറ്റണമെന്നായി. അങ്ങനെ കടയുടെ അടുത്ത് തന്നെ കുറച്ച് സ്ഥലം വാങ്ങി അവിടെ വീട് വെച്ച് താമസം കൊണ്ട് മാറ്റി. അപ്പോൾ പിന്നെ മത്സരിക്കുക. അപ്പോഴും ഞാൻ കൂടുതൽ താമസിക്കുമ്പോഴും ഇടവൂർ പഞ്ചായത്തിൽ വോട്ടൊക്കെ അവിടെയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് അവിടെ വീണ്ടും മത്സരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ തയ്യാറായില്ല. ഞാൻ പറഞ്ഞു ഇവിടെ താമസം ഇവിടെയും അവിടെ ഞാൻ ഫുൾ ടൈം ഇതൊക്കെ ആണെങ്കിൽ ഞാൻ വളരെ ശ്രദ്ധിക്കും വാർഡ്. അപ്പോൾ ഉള്ള പേരും കൂടി ഇല്ലാതാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മത്സരിച്ചില്ല അവിടെ. 5 വർഷം പിന്നെ മുനിസിപ്പാലിറ്റി ശ്രദ്ധിച്ച് അടുത്ത തെരഞ്ഞെടുപ്പ് മുനിസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷത്തിൻ്റെ കോട്ടനവാസനറിയാം സൊസൈറ്റി വാർഡ് എന്ന് പറയുന്ന ആദ്യത്തെ മുനിസിപ്പൽ ചെയർമാൻ, പഞ്ചായത്ത് പ്രസിഡന്റ്, പിന്നത്തെ വൈസ് ചെയർമാൻ, വീണ്ടും മുനിസിപ്പൽ ചെയർമാനായിരുന്ന സുനന്ദരാജൻ, നാരായണ മൈദ്യരാജ്, ആ വാർഡിൽ CPD കോട്ടയിൽ പോയിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. ആദ്യം 5 വർഷം, ആദ്യത്തെ വർഷം തോൽക്കുന്നു എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ 5 വർഷം കൊണ്ട് അത് നമുക്ക് നേരെയാക്കാൻ പറ്റുന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ ജനങ്ങൾക്ക് എന്നെ സ്വീകാര്യം. ഞാൻ ജയിച്ചു. 150 വോട്ടിന് ഞാൻ 152-53 വോട്ടിന് ഞാൻ ജയിച്ചു. വീണ്ടും തെരഞ്ഞെടുപ്പിൽ ഞാൻ വീണ്ടും അവിടെ ജയിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ പൊതുജീവിതത്തിൽ വഴിത്തറവ്. നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ രാഷ്ട്രീയമാണ് നമ്മൾ കൂടുതൽ പറയുക, പക്ഷെ ഒപ്പം തന്നെ വികസനം കൂടി ചർച്ച ചെയ്യുന്നത്.
ഈ കൈപ്പമംഗലത്തിൻ്റെ വികസനത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ലെങ്കിൽ താങ്കൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് മുന്നോട്ട് വെക്കാനുള്ള എന്തെങ്കിലും പദ്ധതികളോ അല്ലെങ്കിൽ ആശയങ്ങളോ ഉണ്ടോ? കൈപ്പമംഗലത്തിൻ്റെ വികസനം ഞാൻ സത്യം പറഞ്ഞാൽ 15 വർഷമായിട്ട് ഇടതുപക്ഷ MLA-മാർ അവിടെ ജനപ്രതിയായിട്ട് ജയിച്ചിട്ടുണ്ട്. UDF-ൻ്റെ സ്ഥാനത്ത് തോൽക്കാറുണ്ട്. ഒറ്റ കാര്യം പറയാം, UDF-ൻ്റെ തദ്ദേശീയ അതായത് നാട്ടിൽ ജനിച്ചു വളർന്ന കൈപ്പമംഗലത്തുകാരനായിട്ടൊരാൾ ഇതുവരെ അവിടെ മത്സരിച്ചിട്ടില്ല. എല്ലാം പുറത്തുനിന്നുള്ളത്. RSPയുടെ ആയാലും JSSൻ്റെ ആയാലും മറ്റുള്ളതൊക്കെ പുറത്തുനിന്ന്. കോൺഗ്രസിൻ്റെ ഇപ്പം ശോഭാ സുരേഷ് അവരൊക്കെ നിയോജകമണ്ഡലത്തിന് പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് നിയോജകമണ്ഡലത്തിനകത്ത് കോൺഗ്രസ് ചിഹ്നത്തിലൊരാൾ മത്സരിക്കുന്നത്. കൈപ്പമംഗലത്ത് ഞാൻ മത്സരിക്കാനൊക്കെയുള്ള കാരണം കുറേ പാവങ്ങളുടെ ഒരു പ്രദേശമാണ്. നമ്മൾ അതിൽ ഭൂരിഭാഗം ആളുകളെ ശരിക്കും നേരിട്ടറിയാം. അവിടുത്തെ ഓരോ ജീവിത സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ വേണമെങ്കിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സംഭവം, അതിന് ഏറ്റവും വലിയ ഉദാഹരണം മുനക്കൽ ബീച്ച്. അത് തുറമുഖമാണ്, അഴിമുഖം. പെരിയാറിൻ്റെ കൈവഴിയും അറബിക്കടലും കൂടി സംഗമിക്കുന്ന ഒരു വലിയ അഴിമുഖ തുറമുഖമാണല്ലോ, പഴയ മുസ്ലിം തുറമുഖമാണല്ലോ. അതിന്നും ശേഷിപ്പോഴും അഴിമുഖം നിൽക്കണം. അവിടെ ഒരു തുറമുഖ നഗരം പോലെ ആക്കിയെടുക്കാനുള്ള, അവിടെ നിന്ന് തുടങ്ങി ഒരു 4-5 പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ടൂറിസ്റ്റുകൾക്ക് വരാനുള്ള സൗകര്യം, നല്ല റോഡുകളായിരിക്കാം. ആ റോഡിൻ്റെ സൗകര്യം കണ്ട ആൾക്കാർ വന്നാൽ 10 മിനിറ്റ് ബ്ലോക്കായി പോകില്ല എന്നുള്ള വിശ്വാസം ഉണ്ടാക്കണം. എവിടെ നോക്കിയാലും എഞ്ചിനീയറിംഗ് കോളേജല്ലേ. ഒരു എഞ്ചിനീയറിംഗ് കോളേജ് നമ്മുടെ പ്രദേശത്തുണ്ടായില്ല. മെഡിക്കൽ കോളേജ് ഞാൻ പോട്ടെ, ഞാനത് അത്രയും ഒരു പറയുന്നില്ല, എന്നാലും മാള പോലെ സ്ഥലത്തൊക്കെ മെഡിക്കൽ കോളേജ് വന്നതല്ലേ. അപ്പോൾ അത് ഞാൻ പറഞ്ഞത്. പക്ഷേ എഞ്ചിനീയറിംഗ് കോളേജ് പോലുള്ള സ്ഥാപനങ്ങൾ, അപ്പോൾ അവർക്ക് ജോലി സാധ്യതയുള്ള നേഴ്സിംഗ് കോളേജ്, 2 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് നേഴ്സിംഗ് കോളേജ് തുടങ്ങാം. ഒരു 500 കുട്ടികളെ ഒരു വർഷം അവിടെ നിന്ന് പഠിച്ചു പോകുന്ന 500 കുടുംബങ്ങളാണ് രക്ഷപ്പെടുന്നത്. ആ ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ട്. അതാണ് എളുപ്പം നടക്കുന്ന ഒരു കാര്യം. പെൺകുട്ടികൾക്ക് അതുവഴി ആൺകുട്ടികൾക്കും കിട്ടും നഴ്സിംഗ്. എൻ്റെ ശുദ്ധജലം ഉണ്ടാക്കിയെടുക്കാനുള്ള സൗകര്യം, അതാണ് ആദ്യത്തെ അജണ്ട. വെള്ളം കൊടുക്കുക 3 മാസത്തിനുള്ള അതിൻ്റെ ഉള്ള ഒരു സിഗ്നൽ ഞാൻ കൈപ്പമംഗലത്തേക്ക് ജയിച്ചാൽ ഞാൻ കാണിച്ചു കൊടുക്കും. കൈപ്പമംഗലമല്ല, കൊടുങ്ങല്ലൂർ ലക്ഷ്യമാക്കിയിട്ട് കൈപ്പമംഗലം നിയോജകമണ്ഡലത്തിന് പോകുക എന്നുള്ളത് അത് അല്ല. കൈപ്പമംഗലം നിയോജകമണ്ഡലത്തിൻ്റെ ആയ ലക്ഷ്യത്തോടെയും പോകാനുള്ള ഇതാണ് എൻ്റെ കാഴ്ചപ്പാട്. അതിന് എൻ്റെ 50 വർഷത്തെ പൊതുജീവിതം ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു വെക്കണം. VM സുധീരൻ ഒരു ചടങ്ങിൽ താങ്കളെ കുറിച്ച് പറഞ്ഞത്, താങ്കൾ പ്രസിഡൻ്റായിട്ടുള്ള ബാങ്കിൽ നിയമനങ്ങളെക്കുറിച്ച് പറഞ്ഞത്, നിയമനങ്ങൾ പൊതുവെ സഹകരണ ബാങ്കിലെ നിയമനങ്ങൾ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി നടത്തുന്നതെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അങ്ങനെ ഒരു ആരോപണം പൊതുവെ ഉണ്ട്. പക്ഷേ താങ്കൾ പ്രസിഡൻ്റായിട്ടുള്ള കാർഷിക സഹകരണ ബാങ്കിൽ പൈസ വാങ്ങാതെയാണ് നിയമനം നടത്തിയിട്ടുള്ളത് VM സുധീരൻ പറഞ്ഞു. എന്താണ് അതിൻ്റെ സത്യം? VM-നെ നേരത്തെ അറിയാം. ഞാൻ VM-ൻ്റെ ഒരു ശിഷ്യനായിട്ടൊക്കെ തന്നെ പൊതുജീവിതത്തിൽ ഞാൻ വളർന്നു പോയിട്ടുള്ളൂ. അപ്പോൾ VM അത് പല രീതിയിലൊക്കെ പലരെക്കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരാളാണ്. ഞാൻ കാർഷിക വികസന ബാങ്കിൽ വന്നതിന് ശേഷം 13 പേരെ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് മിക്കവാറും കഴിവുള്ളവരാണ് ചെയ്തിട്ടുള്ളത്. ആർക്കെങ്കിലും വിളിച്ചു കൊടുക്കുന്നത് ഞാൻ ചെയ്യില്ല. ബാങ്കിൻ്റെ സുരക്ഷിതത്വം നോക്കും. അതേ സ്ഥാനത്ത് അത് കൊടുത്താൽ, കഴിവുള്ളൊരു കുട്ടി കൊടുത്താൽ കുടുംബം രക്ഷപ്പെടുമെന്നും കൂടി നോക്കും. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ വിളിച്ച് വരുത്തി കൊടുത്തിട്ടുണ്ട്. നല്ല പ്രാപ്തി. ഒരു പൈസ പോലും ഒരു ചായ മേടിച്ചാൽ കുടിച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ 50 വർഷത്തെ പൊതുജീവിതം. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കണം. ഞാൻ ആ കാര്യത്തിൽ ഞാൻ ശ്രമിക്കും. ഇപ്പോൾ സത്യത്തിൽ ലോൺ വായ്പ കൊടുക്കുന്നതിൽ വരെ കമ്മീഷൻ പറ്റുന്ന സഹകരണ സ്ഥാപനങ്ങൾ ഉണ്ട്. വളരെ കുറവാണ്, പക്ഷേ അതും നടക്കുന്നുണ്ട്. അതിന് ഞാനൊന്നും അറിയില്ല. പക്ഷേ ഭരണസമിതിയും ഉദ്യോഗസ്ഥന്മാരും അറിയുന്നൊരു ലോബി പ്രവർത്തിച്ച് ഇവരെ നിന്ന് ഇത്ര ലോൺ പാസ്സാക്കി തരാം, ഇത്ര. അതാണ് പല സ്ഥാപനങ്ങൾ തകർച്ചക്ക് ഇത്തരം കാരണമാണ്. കാർഷിക വികസന ബാങ്കിൽ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. അർഹരായവർക്ക് 100% കൊടുത്തിരിക്കും വായ്പ. കുട്ടികൾക്കും തള്ളന്മാർക്കും കൗമാരപ്പാർക്കും ആവശ്യമായ മരുന്നും പിന്നെ ഭക്ഷണം, മറ്റുള്ളതൊക്കെ ഈ പോഷകാഹാരം, ഇതൊക്കെ ഉള്ള സ്ഥലം.
ഒരു ഡോക്ടർ ആഴ്ച 2 പ്രാവശ്യം വന്നിട്ട് ആളുകളെ കണ്ടുപോകും. എല്ലാ വീടുകളും ഈ നേഴ്സിംഗ് ഈ ഇപ്പോഴത്തെ ആശാവർക്കന്മാരെ പോലെ അവർ സന്ദർശിച്ച് പറിച്ചുവാതി മറ്റുള്ളവർക്ക്. എന്തായാലും ഞാൻ ഇതൊക്കെ വീട്ടിലൊക്കെ ചർച്ച ചെയ്തു. ഇപ്പൊക്കെ ഭയങ്കര പാവപ്പെട്ടവരാണ്. 4 കോളനിയുള്ള സ്ഥലമാണ്. അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചു. ഉദ്ഘാടനമായി 6 മാസം കഴിഞ്ഞപ്പോൾ ഉദ്ഘാടനത്തിൽ നമുക്ക് ഉപ്പാടെ പേരിടാൻ വേണ്ടി തീരുമാനം. ഞാൻ പറഞ്ഞു എൻ്റെ പേരിടണ്ട, അതിന് എൻ്റെ പേരിടണ്ട, അത് പഠിച്ചോൻ്റെ നിയോഗമാണ്. അതിന് പേരൊന്നും വേണ്ട, നമുക്ക് കൊടുത്തതല്ലേ, സർക്കാരിന് കൊടുത്തതല്ലേ, അത് പേര് വേണ്ട പറഞ്ഞു. സമ്മതിച്ചില്ല. ഇന്നും ഉപ്പാടെ മരണശേഷം അവിടെ ഷാഫി പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന കമ്മിറ്റിയും അവിടെ വാപ്പാടെ പേരിടാനുള്ള എടുത്തു. പക്ഷെ ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്കത് ശരിയാവില്ല. ഉപ്പാടെ ആഗ്രഹത്തിന് അങ്ങനെ ഒരു ജില്ലയിലും സംസ്ഥാനത്തും ഇങ്ങനെ സ്ഥലം സംഭാവന കൊടുത്തിട്ട് പേരില്ലാത്ത ആശുപത്രികളുണ്ടോ എന്നുള്ള സംശയമാണ്. ഇന്നും പേരില്ലാതെ വളരെ മനോഹരമായി നല്ലൊരു കെട്ടിടം ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആശുപത്രി സബ്സിഡൻ്റായിട്ട്, അതൊക്കെ എൻ്റെ ജീവിതത്തിൽ കുറച്ച്